ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് നമ്മൾ വണ്ടി എടുത്തു പോകുന്നതാണ് കേട്ടോ. ബെൽറ്റ് മാറ്റാൻ വേണ്ടി വണ്ടി ബെൽറ്റ് പൊട്ടിപ്പോയി ബ്രേക്ക് ഡൗൺ ആയതാണ്. അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റാം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റിക്കിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഇത് ഒരു 100 ml വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ഇവിടുന്ന് ഇത്രയും വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 100 ml കുറവ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഏകദേശം 4000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും 3000ഒക്കെയാണ് കറക്റ്റ് നല്ലൊരു ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് പറയുന്നത്. അപ്പോൾ കൈയോടെ മാറ്റി കളയാണ് ഏറ്റവും സേഫ്. അതേപോലെ ബെൽറ്റ് പൊട്ടിയ ദിവസം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. നിലവിൽ നമ്മൾ കിടക്കണ ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമുണ്ടായില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമ്മൾ കിടക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ട് പൊട്ടാനുണ്ടായ മെയിൻ കാരണം കേട്ടോ. നമ്മളിപ്പോൾ കമ്പനി ബെൽറ്റ് നമുക്ക് യൂസ് ചെയ്യണേ. അത് നമുക്ക് 603 നമുക്ക് ബെൽറ്റ് മാത്രം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വരും. പിന്നെ ആ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പെർമിഷൻ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതേപോലെ വാട്ടർ സർവീസ് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോബ് കാർഡിൽ എഴുതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കേസ് കൂടി നോക്കിയിട്ടൊന്ന് കൺഫേം ചെയ്തിട്ടൊന്ന് പറയണം കേട്ടോ. ചെയ്യണോ വേണ്ടെന്നുള്ള കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നമുക്ക് അതനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാലോ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.